ചെയ്യാൻ പോകുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് അസ് ആണ്. നിങ്ങൾ വിചാരിക്കും എൻ്റെ ഒറ്റയ്ക്കേ ഉള്ളല്ലോ എന്ന്, പക്ഷെ അങ്ങനെയല്ല. എൻ്റെ കൂടെ എൻ്റെ അനിയത്തിയും ഉണ്ട് ഗൈസ്. ഒരു ഹായ് കൊടുക്കും. ഹായ്. ഉണ്ടോ? നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഒരു ഗെറ്റ് റെഡി വിത്ത് അസ് ആണ്. കഴിഞ്ഞ കുറച്ച് നാളായി അപ്പോഴത്തേക്ക് ഞാൻ ഒരു ബ്യൂട്ടി വ്ളോഗ് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്ന, അതിനകത്ത് എൻ്റെ അനിയത്തി ചെറുതായിരുന്നു, ഒരു 3-4 വയസ്സേ ഉള്ളായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു 6 വയസ്സുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് അസ് കാണാം. നമുക്ക് ആദ്യം തന്നെ ഫേസ് ലോഷൻ, ഇത് കോക്കോ ബട്ടറിൻ്റെയാണ്, നിവ്യ കോക്കോ ബട്ടർ. നമ്മളൊരു ഇച്ചിരി എടുത്താൽ മതി. ശരി, മുഖത്ത് ഇങ്ങനെ ഡോട്ട് ഇടുക. അനിയത്തി ഇവിടെ കിടന്നത് ഇതിനകത്ത് ഇച്ചിരിയുള്ള എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോൾ ചുമ്മാ ഇട്ടും ഇത് തീരാതായി. അപ്പം നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ നിവ്യയുടെ ഫേസ് ക്രീമൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഡവിൻ്റെ ബോഡി ക്രീം നമുക്കിടാം. ഡീപ്പ് മോയ്സ്ചറൈസർ എന്നൊക്കെയാണ് പറയുന്നത്. ഇത് നമുക്ക് ഇട്ടിട്ട് കാണിക്കാം. ഇത് ഇന്നലെ വാങ്ങിച്ചതേ ഉള്ളൂ, പെരുന്നാളൊക്കെ വരാൻ പോവില്ലേ, അപ്പോഴത്തേക്കും വാങ്ങിച്ചതാണ്. പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് കാണാം. ഇങ്ങനെ ഡോട്ടൊക്കെ ഇട്ടിട്ടാണ് ഇത് കയ്യിലും ഇപ്പോഴത്തെ കയ്യിലും എല്ലായിടത്തും ഇട്ട് കൊടുത്തിട്ട് കാണാം. നമുക്ക് തന്നെ അടുത്തത് കുട്ടിക്കൂറയുടെ പൗഡർ ഇടാം. ഞാൻ കഴിഞ്ഞ ബ്യൂട്ടി വ്ളോഗിൽ ഇതെനിക്ക് പേര് വായിക്കാൻ പോലും അറിഞ്ഞൂടായിരുന്നു. എന്താണ്ടാ ഒരു പൗഡർ എന്നാണ് ഞാൻ പറഞ്ഞത്. കുട്ടിക്കൂറ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിട്ടിട്ട് നമുക്ക് കാണാം. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഈ ഇട്ടിരിക്കുന്ന ഉടുപ്പാണെന്ന്, പക്ഷേ അല്ല. ഞാൻ ഇടാൻ പോകുന്നത് ഈ ഉടുപ്പാണ്. ഈ ഉടുപ്പും ജീൻസ് തിരിച്ചാണ് കിടക്കുന്നത്. ഞാൻ ഈ ഉടുപ്പും ഈ പാൻറ്റും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇപ്പം ഇടുന്നില്ല, മേക്കപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടേ ഇടുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഉടുപ്പ് ഇടാതെ നിൽക്കുന്നത്. ഇതിൽ നമുക്കിനി ഐലൈനർ, ഇനി നമുക്ക് ഫൗണ്ടേഷൻ ഇടുന്നില്ല. എൻ്റെ അനിയത്തി ഇവിടെ ലിപ്സ്റ്റിക്ക് ഇട്ടുകൊണ്ടിരിക്കുക. ഇത് എവിടെ നിന്ന് വാങ്ങിച്ചതെന്ന് വെച്ചാൽ സുഡിയോയിൽ നിന്നാണ് കേട്ടോ. കാണുന്നുണ്ട് സുഡിയോ. നമുക്കിനി ഇതിടാം. ഞാൻ മുഖത്തൊന്നും ഇടുന്നില്ല, ഈ കണ്ണിൻ്റെ അടിയിൽ മാത്രം. അപ്പം ഇവിടെ അനിയത്തി കിടന്ന് ഭയങ്കര ബഹളം, എനിക്ക് ക്യാമറയുടെ മുന്നിൽ നിൽക്കണമെന്ന് പോലെ. ഇവിടെ ഇന്ന് ലിപ്സ്റ്റിക്ക് ഇട്ടുകൊണ്ടിരിക്കും. ഇത്രയും നേരമായിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞെന്ന്. ഇനി അതിൻ്റെ അടിയിൽ പൗഡറും കൂടെ ഇടാം. ഇപ്പം ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് ഓൾക്കും കണ്ണിൻ്റെ അടിയിൽ ഇടണമെന്ന്. നമുക്കിത് ഞാൻ ഒന്ന് ഇട്ടിട്ട് കാണാം. ഞാൻ ഇപ്പോൾ ക്യാമറയിൽ എടുക്കുന്നതുകൊണ്ട് നന്നായിട്ട് എന്തോ ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ ഒന്ന് കണ്ണാടി നോക്കിയിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ അതൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഐലൈനർ എഴുതുവാണ്. ഞാനിപ്പോൾ ഐലൈനർ എഴുതുന്ന അനിയത്തി ഇവിടെ കൺമിഷി. ഇനിയിപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ, ക്യാമറയിൽ നോക്കി എഴുതാൻ എനിക്ക് വശമില്ല, അതുകൊണ്ട് ഞാൻ കണ്ണാടി നോക്കി. ഞാനിപ്പോൾ ഐലൈനർ എഴുതുമ്പോൾ ഞാനിപ്പോൾ കൺമിഷി എഴുതുമ്പോൾ അവൾ ഐലൈനർ എഴുതും, ഞാൻ ഐലൈനർ എഴുതുമ്പോൾ അവൾ കൺമിഷി എഴുതും. അപ്പോൾ അവൾ ഐലൈനർ എഴുതുന്നു, കൺമിഷി എഴുതിക്കളി. കേൾക്കണ്ടോ? ഞാൻ എപ്പോഴും സ്വന്തമായിട്ടാണ് ഐലൈനർ എഴുതുന്നത്. നിങ്ങൾ വിചാരിക്കും എനിക്ക് എത്ര വയസ്സാണ്? എനിക്ക് 10 വയസ്സാണ് കേട്ടോ. ഞാൻ 5ലാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ പഠിക്കുന്നത് സെൻറ്റ് ജോസഫ്സ് സ്കൂളിലാണ്, LP സ്കൂളിൽ. ഇപ്പോൾ UPയിലോട്ടായി. നമുക്കടുത്ത ഞാനില്ലേ സുഡിയോയുടെ ലിപ്സ്റ്റിക്ക് അതിടാം. എങ്ങനെയാണ് ഈ എൻ്റെ അനിയത്തി ഇപ്പോൾ 1ലായി, സെൻറ്റ് ജോസഫ്സ് LPയിലായി. മുമ്പ് നേഴ്സറിയിലായിരുന്നു. ഇപ്പം ഞാൻ കണ്ണി എഴുതിയാണ്. ഇത് ഇട്ടിട്ട് കാണാവേ. ഈ ഷെയ്ഡ് വേണമെങ്കിൽ പറയാം, മാറ്റ് റിച്ച് വൈന് R1. പിന്നെ എൻ്റെ ഒരു സുഡിയോയിൽ നിന്ന് വാങ്ങിച്ചൊരു വേറൊരു ലിപ്സ്റ്റിക്ക് ഉണ്ട്. എൻ്റെ
ക്രീമി ഒരു ലിപ്സ്റ്റിക്കാണ്, ബ്ലോസം പിങ്ക് 01. കാണാമോ? ഇപ്പം ഐഷാഡോ ആയിട്ട് ഇടുന്നത് ഇതാണ്, ഈ ബ്ലോസം പിങ്ക്. അതാണ്. ഇത് നല്ലൊരു കളറാണ് കേട്ടോ, ന്യൂഡ് ഷെയ്ഡാണ്. ഇത് ഇച്ചിരി ഒരു റെഡിൻ്റെ ഒരു ഡാർക്ക് പോലെ. നമുക്കിതിട്ടിട്ട് കാണാം. ഇപ്പം എൻ്റെ അനിയത്തിയും ആ ലിപ്സ്റ്റിക്ക് വെച്ച് ഐഷാഡോ ഇടുവാണ്. ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. എൻ്റെ എടുത്തു, ഇനി അനിയത്തിയുടെ എടുക്കാൻ പോവുകയാണ്. നമുക്കിനി കവളിലിട്ടെടുക്കാം, ചീക്ക് ബ്ലഷായിട്ട്. ഇത് തന്നെ ഞാൻ ബ്ലഷായിട്ട് ഇടണം. അപ്പം നമ്മൾ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, ചീക്കിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയുള്ളത് ഒന്നുമില്ല. നമുക്ക് മുടിയൊക്കെ ഈരണം. മുടി ഈരാൻ ചീപ്പ് എടുക്കട്ടെ. അപ്പം എൻ്റെ അനിയത്തി മുടിയൊക്കെ ഈരി. ഇങ്ങനെയൊന്നുമല്ല കേട്ടോ ശരിക്കും ഈരുന്നേ. അത് ലാസ്റ്റ് നെയ്യിരിക്കളായിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് 2 വശത്തുനിന്ന് എടുത്തിട്ട് പോണിറ്റെയിൽ കിട്ടുവാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ 2 വശം വകർന്നിട്ട് സൈഡിൽ നിന്ന് എടുത്ത് ഇങ്ങനെ കുത്തും. കാണിച്ചു തരാം. മീൻസ് അപ്പം ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ചുരുട്ടിയിട്ട് കുത്തി വെക്കണം. ഇച്ചിരി എടുത്താൽ മതി, ഭയങ്കരമായിട്ട് എടുക്കണ്ട. അനിയത്തിയില്ലേ ചീപ്പ് തരാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കുത്തി വെക്കുക. പോണിറ്റെയിൽ ഞാൻ ഒന്ന് ഇവൾക്ക് കെട്ടിക്കൊടുക്കട്ടെ. എനിക്ക് തന്നെ കെട്ടാൻ ഇഷ്ടം, ഞാൻ കെട്ടിക്കൊടുക്കണ്ടത്. പോണിറ്റെയിൽ കിട്ടിയാൽ മതി. അപ്പോൾ പറയുന്നത് വേണ്ട, ഇച്ചിരി എടുത്തിട്ട് സാധാ രീതിയിൽ കെട്ടിക്കോളാം. ചീപ്പിന് വേണ്ടി ഇവിടെ ചുമ്മാ അടിക്കണം ഗൈസ്. കുറേ ചീപ്പുണ്ട്, എന്നാലും എല്ലാവർക്കും ഈ ചീപ്പാണ് ഇഷ്ടം. ഞാനിത് കുത്തിയിട്ട് കാണിക്കാവേ. അപ്പോൾ ഗൈസ് ഞാൻ 2 വശം ഇങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത്. ഇനി പോണിറ്റെയിൽ കെട്ടണം. ഇവിടെ ഒരാൾ ചീപ്പൊക്കെ ചോദിക്കുന്നു ഗൈസ്. ഇങ്ങനെ ഇട്ടിട്ട് ഒന്നില്ലെങ്കിൽ ആ പോണിറ്റെയിൽ കിട്ടും, അല്ലെങ്കിൽ സാധാ ഇങ്ങനെ അടിച്ച്. ഇവൾക്ക് ഞാൻ മുടിയെട്ടി കൊടുത്തിട്ടുണ്ട്. ചീപ്പ് എടുത്തിട്ട് ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് ഇതേപോലത്തെ ബാൻഡ്സ് ഒക്കെ ഇടാം. എനിക്ക് നല്ല ഇഷ്ടമാണ്. നമുക്ക് ആ പ്രേമലു സിനിമ കണ്ടിട്ടാന്ന് പറയുന്നില്ല, അതിന് മുമ്പേ ഞാൻ ഇങ്ങനെ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. മുമ്പേ ഇതിനെക്കാട്ടി കൂടുതലുണ്ടായിരുന്നു, ഇവിടെ മഴയുണ്ടായിരുന്നു. ഞാൻ ഇച്ചിരിയും കൂടെ ചെറുതാക്കി. നല്ല രസമുണ്ട്. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യും കേട്ടോ, എങ്ങനെയുണ്ട് ഈ ലുക്ക്. എൻ്റെ ഇടയ്ക്ക് ഒരാൾ എൻ്റെ അനിയത്തി ഇതേപോലെ ഇട്ടിട്ടുണ്ട്. ഇത് ഇവളൊരു സ്കൂളിലെ ആനുവൽ ഡേക്ക് വേണ്ടി വെട്ടിയിട്ടാണ് കേട്ടോ. എങ്ങനെയുണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ വേണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താലും മതി. ടാറ്റാ.